ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി എത്തിയിട്ടുണ്ട്. തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, നമ്മുടെ ചേസ് എടുത്തുകൊണ്ട് പോയ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് കാണാവുന്നതാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കൂട്ട് ഒരു കൊച്ചാട്ടനെ കൊണ്ടായിരുന്നു വന്നത്. നമ്മൾ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ തന്നെയാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വേറെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, അതാണ് വരാഞ്ഞത് ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം നമ്മുടെ വണ്ടി കാണണ്ടായോ? അപ്പോൾ നമുക്ക് നേരെ വണ്ടി കാണാം ഗൈസ്. ഇതുകൊണ്ട് കിടക്കുന്നു നമ്മുടെ പയ്യൻ. മഴ പെയ്യുക, ഇതാണ് നമുക്ക് നമ്മളിവിടെ കയറി നിന്നിട്ടുണ്ട്. ഭയങ്കര മഴയാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. മഴയാണ്, അതാണ് നമ്മളിങ്ങോട്ട് കയറിയിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ചെയ്യാം, നിങ്ങളാരും പേടിക്കണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ. നമുക്ക് ചെക്കൻ്റെ അടുത്തോട്ട് പോകണം, ഈ മഴയൊന്ന് തോരട്ടെ ഗൈസ്. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. ഇത് നമുക്കെന്തായാലും പ്രകാശി പോകാൻ പറ്റിയില്ല ഗൈസ്. പ്രകാശി നമുക്ക് പോകാൻ പറ്റാഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് വേറെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു, നമ്മൾ ഓട്ടം വിളിച്ചപ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഒരു ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ട് തന്നെയാണ്, വണ്ടി ഡെലിവറി ചെയ്തതാണ്. ഇത് നമ്മുടെ അടുത്തൊരു പഴയൊരു ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ബസ്സുകളൊന്നും അധികം വരുന്നുമില്ല, തിരക്കൊന്നുമില്ല. അവിടോട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ഗൈസ്. നൈറ്റായി തുടങ്ങി ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാം. നമ്മൾ എപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും നൈറ്റ് ആകും ഗൈസ്. നമുക്ക് സമയം കിട്ടത്തില്ല, അതാണ്. നമ്മുടെ ചെറുക്കൻ വേണ്ടേ, നമ്മുടെ ചെറുക്കൻ ആ ചേട്ടൻ കൊണ്ടുപോയി, ഞാൻ പറഞ്ഞില്ലേ മറ്റേ കൊച്ചാട്ടൻ്റെ കയ്യിലായിരുന്നു വണ്ടി. പുള്ളി സുരേഷ് ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ പ്രകാശിൽ നിന്ന് കൊണ്ടുവന്ന് സുരേഷ് ഏട്ടൻ്റെ കയ്യിൽ കൊടുത്ത്. സുരേഷ് ഏട്ടൻ അവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. സുരേഷ് ഏട്ടൻ വിഷയമാക്കി കേട്ടോ ഗൈസ്. അപ്പോൾ സുരേഷ് ഏട്ടൻ കണ്ട് ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ. പിന്നെ അവിടെ അകത്തൊരു സിംഹക്കുട്ടി, നമ്മുടെ വണ്ടിയുടെ പേരിടാൻ പോകുന്നത് ഈ സിംഹത്തിൻ്റെ ഒരു സംഭവമാണ്. അത് നമ്മൾ പതുക്കെ പറയാം, ഇപ്പോഴേ പറയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കാത്തിരുന്ന് കാണണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. വേണ്ട ഗൈസ്, വണ്ടി നല്ല കിടിലമായിട്ട് തിളങ്ങി നിൽക്കുകയാണ് ഗൈസ്. എന്നാ ഫിനിഷിങ്ങിലാണ് നമ്മുടെ ചെറുക്കൻ എത്തിയേക്കുന്നത് നോക്കിക്കേ ഗൈസ്. അപ്പം നമ്മുടെ വണ്ടി വരുന്നത് അസ്ത്രയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മുടെ വീൽ കപ്പൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കിടക്കട്ടെ, നമുക്ക് കളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അലമ്പാവും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോണറ്റൊക്കെ പൊക്കി വെച്ചേക്കുകയാണ് ഗൈസ്. നമ്പർ പ്ലേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്പർ പ്ലേറ്റ് നമ്മളിനിയും കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്ത് കുറേ ചടങ്ങുകളുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മുടെ ചെക്കൻ ഇങ്ങനെ എത്തിയേക്കണം. അകത്തൊക്കെ കിടിലം വർക്കുകളാണ് ഗൈസ് ചെയ്ത് വന്നേക്കുന്നത്. വിഷയം ഗൈസ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ സിംഹത്തിൻ്റെ ഇതാണ്. പിന്നെ അവിടെ ഏതാണ്ട് എഴുതിയിട്ടുണ്ട് ലയൺ കിങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അകത്ത് വരുന്നത് 2 ഫാൻ വരുന്നുണ്ട്. നമുക്ക് വണ്ടിക്ക് അകത്തോട്ട് കയറിയിട്ട് കാണാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ അകത്ത് കയറി, അകത്തൊന്നും വെട്ടമൊന്നുമില്ല. നമുക്ക് ലൈറ്റ് ഇടാം ഗൈസ്. അപ്പോൾ ഓൻ്റെ മച്ച ലൈറ്റ് ഇട്ടപ്പോൾ ഗൈസ് നമ്മുടെ ഇൻറ്റീരിയർ കണ്ടതുകൊണ്ടല്ലോ, അവിടെ ഒരു മറ്റേ സിലിണ്ടറോ എന്തോ സംഭവമുണ്ട്, തീ പിടിക്കുമ്പോൾ അടിച്ച് കയറ്റുന്നതാകുമ്പോൾ. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പിന്നെ ഉണ്ട് നമ്മുടെ കുറച്ച് ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ട്. യേശു ഉണ്ട്, ഗണപതി ഉണ്ട്, പിന്നെ എന്തുവാ മുസ്ലിം ചർച്ച് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് പ്രകാശിനോട് ഒന്നും പറയാനില്ല. കിടിലം വർക്കാണ് നമ്മുടെ പ്രകാശിന്ന് ചെയ്തു തന്നിരിക്കുന്നത്. കിടിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം വർക്ക്, ഒന്നും പറയാനില്ല.
കണ്ണ് തള്ളിപ്പോവും അതുപോലത്തെ വർക്കാണ്. നമ്മുടെ ഈ ഈ ഇൻറ്റീരിയറിൽ ഇങ്ങനെ ഇവിടെ ബോർഡറൊക്കെ വന്നേക്കുന്നത് കണ്ടില്ലേ ഗൈസ്, ഈ സൈഡായിട്ട് ഗൈസ്. അപ്പം നമുക്ക് ഡോറൊന്ന് തുറന്ന് നോക്കാം. ഡോറൊന്ന് തുറക്കണം ഗൈസ്. അപ്പോൾ അവിടെ ഡോറ് തുറന്നു വന്നു. പിന്നെ നമുക്ക് ഇച്ചിരി പണികൾ ഇനിയും കിടക്കുന്നു ഗൈസ് വണ്ടിക്ക്. ഈ ലെതർ വർക്ക് കണ്ടോ, ഈ തുണിയുടെ ഇപ്പോഴത്തെ മോഡലാണ് അങ്ങനെ. അപ്പോൾ ആ ട്രെൻഡ് പിടിച്ച് ചെയ്താന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പുള്ളി ഓരോന്നൊക്കെ ചെയ്തിട്ടേക്കുവാണ് ഗൈസ്. പുറത്ത് നല്ല മഴ പെയ്ത് തുടങ്ങി ഗൈസ്. അപ്പം നമുക്കിനിയും നാളെ വ്ലോഗ് ചെയ്യാം ഗൈസ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇവിടുന്ന് പറക്കാം. ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല ഗൈസ്. ഡോറൊക്കെ അടച്ച് വൈപ്പറങ്ങ് ഓണാക്കി കൊടുക്കാം ഗൈസ്. വെട്ടം കുറവാണ്, അത് നമുക്ക് എക്സ്ട്രാ ലൈറ്റ് സെറ്റ് ചെയ്യണം. ഭയങ്കര ഇടിവെട്ട് മഴയാണ് ഗൈസ്. നമുക്കിപ്പം വണ്ടിയായിട്ട് ഇവിടെ തെറിക്കാം ഗൈസ്. കുലുങ്ങി. നമുക്കെന്തായാലും നമ്മുടെ ഷെഡിലോട്ട് ചെല്ലാം. ഷെല്ല് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ഇത് ഇച്ചിരി ഏറെ പോകണം. നമ്മൾ ബാംഗ്ലൂർ വരെ പോയില്ല, ബാംഗ്ലൂരിൻ്റെ അടുത്ത് വരെ പോയിട്ടുള്ളൂ. അവിടെ നിന്ന് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്ത് വന്നേക്കോ. ബാംഗ്ലൂർ വരെ പോകാൻ പറ്റത്തില്ലായിരുന്നു. അതെല്ലാം ഇവിടെ എന്തുവാണ് ഗൈസ്. ഇവിടെ വേണ്ട ഒരു സ്കൂട്ടിക്കാരൻ വേണ്ട കിടക്കുന്ന ഒരു ബസ് കൊണ്ടുവന്ന് ഈ സൈഡിൽ കൊണ്ടുവന്ന് കയറ്റി ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് എന്തായാലും റൈറ്റാണ് പോകേണ്ടത്. നമ്മളതൊന്നും വിഷയമാക്കുന്നില്ല, നമ്മളങ്ങ് പോവുകയാണ്. ഇതൊക്കെ ഭയങ്കര മെനയാണ്. നമുക്ക് വൈപ്പറൊന്ന് കൂട്ടിവിട്ടേക്കാം, അല്ലെ കണ്ണ് കാണത്തില്ല. പതുക്കെ ഈ നിരങ്ങി ആകുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണൊന്നും കാണത്തില്ല ഗൈസ്. നമുക്കവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇനി പറത്തിയാൽ പോവാം. നമ്മുടെ ബസ്സിനകത്ത് സ്പീക്കറൊന്നും വെച്ചിട്ടില്ല, നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ണസിൻ്റെ വണ്ടി പണിയുന്നിടത്താണ് കൊണ്ടുപോകേണ്ടത്. എനിക്ക് അവിടുത്തെ ഇത് കറക്റ്റ് അറിയത്തില്ല, പേരൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും അവിടെ ചെല്ലാം. അങ്ങനെ മഴ തോന്നിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇനി നാളെ വ്ലോഗ് നടക്കത്തുള്ളൂ. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നാളെ രാവിലെ ആവും. പിന്നെ നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ്. ഇവന്മാരാണ് നാശി വണ്ടിക്കാരനെ കൊണ്ടുവന്നങ്ങ് കയറ്റുക. ആ ബസ്സെല്ലാം അങ്ങോട്ടാണ്, 2-3 ബസ് കിടക്കുന്നു. ഈ സൈഡിൽ നിന്ന് ഒരു വണ്ടി ഇങ്ങോട്ടില്ല, അവർ പോകത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് കയറാം ഗൈസ്. നമുക്ക് വേണ്ടി അവരവിടെ നിർത്തിയേക്കുമായിരുന്നു. നമ്മുടെ പുതിയ വണ്ടി കണ്ടായിരിക്കും നിർത്തിയത്. എന്തായാലും ഒന്നും പറയാനില്ല ഗൈസ്. നമ്മുടെ കിണ്ണം കാച്ചി വണ്ടിയാണ്. നമ്മൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഗ്യാരേജിൽ ചെന്നിട്ട് കാണാം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അത്ര പറയാനുള്ളൂ. നമ്മളൊരു ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വലുതായിട്ടൊന്നും അറിയില്ല. നമ്മൾ പറയുന്നതിലൊക്കെ തെറ്റുകളൊക്കെ ഒത്തിരി കാണും. നിങ്ങളതെല്ലാം ഒന്ന് ക്ഷമിച്ച് കാണുക. പിന്നെ നമ്മുടെ വണ്ടി ഇവിടുന്ന് നമുക്ക് റൈറ്റാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നമ്മളൊന്ന് വളച്ചങ്ങ് എടുക്കുകയാണ്. ഒന്നും നോക്കത്തില്ല നമ്മൾ. പക്ഷേ ട്രാഫിക്ക് നോക്കണമെന്നാണ്. നമ്മൾ എന്തായാലും നമ്മുടെ വണ്ടിക്കിപ്പോൾ നമ്പരും പേപ്പറും ഒന്നും ആയിട്ടില്ല. എല്ലാം നമ്മളിനി പോയി ഒന്നേന്ന് കുത്തിയിരുന്ന് ചെയ്യണം. അങ്ങനെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട്. നമ്പരൊക്കെ അടിച്ച് ഇറക്കി കഴിയുമ്പോൾ നമ്മുടെ പയ്യൻ, പിന്നെ നമ്മുടെ പുതിയ പേര്, അതൊരു കിടിലം പേരാണ്. എൻ്റെ കാര്യമില്ല പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നായിരുന്നു, ഞാൻ അങ്ങനെ പോയതാണ്. പക്ഷേ ഇപ്പം നമ്മുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളന്ന് എനിക്കറിയത്തില്ല, ആ പേര് നല്ലൊരു അർത്ഥം എനിക്കതിൽ നിന്ന് കിട്ടി. അങ്ങനെ ഞാൻ ഇട്ട പേരാണ്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം എന്തോ ഒരു ഇതിൽ കണ്ട ഒരു പേരാണ്. അതെന്തായാലും നമ്മൾ ഇനിയും നമ്മൾ ഇത് കൊണ്ടുവന്ന് നമ്മുടെ ഗ്യാരേജിൽ കയറ്റുകയാണ്. നമ്മൾ ഇന്ന് ഗ്യാരേജിൽ കൊണ്ടുവിടുക, എന്നിട്ട് നാളെ വർക്കിന് കൊണ്ടുപോകത്തുള്ളൂ. അപ്പം വർക്കിന് കൊണ്ടുപോകാൻ ആ ഗ്യാരേജിൽ നിന്ന് വന്ന് ആളെടുത്തുകൊണ്ട് പോവുകയാണ്. അത്
അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകിലായിട്ട് ഒത്തിരി കിടന്ന് ഓടേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മളവിടെ നിന്ന് ആ വണ്ടിക്കാരെ വെട്ടിച്ചൊക്കെ കയറി പറക്കുവാണ്. ഒത്തിരി അങ്ങ് പറത്തുന്നൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറത്തുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് ഇടിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കോടാലിയാവും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി പതുക്കെയൊക്കെ പോകത്തുള്ളൂ. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും എന്നും എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറയുന്നില്ല കേസ്, എനിക്ക് തെറ്റുന്നു പറയുമ്പോൾ തന്നെ. നമ്മൾ ആദ്യമായിട്ടൊക്കെ തുടങ്ങിയ ഒരു പരിപാടിയാണിത്, അതുകൊണ്ടാണ് തെറ്റുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേസ്. അപ്പോൾ ഇവിടെ ടോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ നമ്മൾ ആ ടോളൊക്കെ അടച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് ചെല്ലാം കേസ്. അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൊമ്പൻ്റെ വണ്ടിയുടെ ഒരു ഓട്ടം വിളിച്ചിട്ടുണ്ട്. കൊമ്പൻ്റെ പുതിയ വണ്ടിയുടെ ദാവൂദല്ലേ പുതിയത്, എനിക്ക് കറക്റ്റ് അറിയില്ല. അവരുടെ ആ വണ്ടിയുടെ ഒരു ഓട്ടം വിളിച്ചിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ വണ്ടി എടുത്തിട്ടെങ്കിലും നമുക്കൊന്ന് പോകണം. പിന്നെ അതിൻ്റെ ഓട്ടം കഴിയുമ്പം അതിൻ്റെ ഓട്ടം കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ പണിയൊക്കെ കഴിയും. എന്താണ് അന്നേരത്തേക്ക് അതിൻ്റെ ഓട്ടത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒടിഞ്ഞ് കയറി അങ്ങ് പോകാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ ചടങ്ങ്. ഇതൊരു വലിയൊരു പാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സൈഡിലൊന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റത്തില്ല. കേസ് ഒരു തൂക്കുപാലം പോലെ വലിയൊരു പാലമാണ്. നല്ല പാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വണ്ടിയെ ഈ സംഭവമൊക്കെ വെച്ചേക്കുന്നത്. എനിക്കിനി ഇവിടുന്ന് റേസിംഗ് ഒക്കെ നടക്കാനാണോ എന്തോ, അതോ ഇനി അവിടെ കിടക്കുന്ന വണ്ടി പൊളിച്ചടുക്കിയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഈ സൈഡിൽ കൂടെ കയറി പോകാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഈ സമയം നമ്മൾ ഒരു ആംബുലൻസിനെ വെട്ടിച്ചാൽ കയറി. എന്തായാലും നമ്മൾ ഈ സൈഡ് പിടിച്ചങ്ങ് പോവുകയാണ്. നമ്മുടെ സൈഡ് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമല്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. പൈസ ഇല്ലെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ വണ്ടി പണിയിറക്കും, നമ്മളെന്തായാലും പണിയാൻ കൊടുക്കും. അപ്പോൾ ചെറിയ സ്ക്രാച്ച് ആണെങ്കിൽ കുഴപ്പമില്ല. വലിയ സ്ക്രാച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ കേസ് എന്നെക്കൊണ്ട് ഒന്നും പറ്റത്തില്ല. വലിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇറക്കുമ്പോൾ തന്നെ വലുതായിട്ട് ഇടിച്ച് ചാളുങ്ങിയൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത് കേസ്. അപ്പം നമുക്ക് നേരെ നാളെ രാവിലെ വീട്ടിലെത്തി വെച്ച് കാണാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പം നമ്മുടെ നീണ്ട യാത്രക്കൊടുവിൽ നമ്മുടെ ഗ്യാരേജ് എത്താറായിട്ടുണ്ട്. നമ്മുടെ ഗ്യാരേജ് ഇവിടുന്ന് ശരി പോകണം. ഇവിടെ നിന്നാണ് കയറേണ്ടത്. നമ്മളിവിടെയാണ് വണ്ടി പണിയാൻ കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഇവിടുത്തെ ആരുടെയോ വണ്ടിയാൻ തോന്നുന്നു. അവിടോട്ടൊക്കെ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ ഗൈസ്. ഗ്യാരേജിൽ ഒത്തിരി സ്ഥലമുണ്ട്. അങ്ങോട്ടൊക്കെ സ്ഥലം കിടക്കുന്നു. ഇതാണ് നമ്മുടെ ഗ്യാരേജ് വരുന്നത്. ഇവിടെ ഇപ്പം ആരുമില്ല ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും വണ്ടി ഇങ്ങോട്ട് ഇടാം. ഇവിടെ ഇപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം. ഇവിടെ വണ്ടി ഓടി വന്നതിൻ്റെ രീതിയിൽ ചെറിയ പൊടികളൊക്കെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ പൊടികളൊക്കെ ആയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഇവിടുത്തെ കടയിലെ ചേട്ടൻ നമുക്ക് എല്ലാം പണിഞ്ഞു തരും, പോളിഷൊക്കെ ചെയ്തു തരും. നമ്മുടെ ചെറുക്കനിനകത്തിരിക്കുന്നു. പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഫുള്ള് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് വർക്ക്, സൗണ്ട് വർക്കെല്ലാം ഇനിയും ആണ് കിടക്കുന്നത്. സൗണ്ട് വർക്കാണ് ഭയങ്കര വിഷയം. നമുക്കപ്പം ഈ സൈഡിലത്തെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് തുറന്നു നോക്കണം. നമുക്ക് ആ ബാറ്ററി ഒന്ന് വലിയ നമുക്ക് വണ്ടി ഇങ്ങോട്ട് ഗ്യാരേജിൻ്റെ ഇവിടുത്തെ ലൈറ്റിൻ്റെ ആണ് ഒരു ഇരുട്ട് പോലെ. എനിക്കറിയത്തില്ല ഈ കാടിനകത്ത ഗ്യാരേജാണ്. നമുക്ക് സൈഡിലെ സംഭവങ്ങളൊക്കെ ഒന്ന് തുറക്കാം.
ഗൈസപ്പം ഇവിടെ 2 വണ്ടി കിടക്കുന്നു. ആരുടെ ആ വണ്ടിയിൽ നിന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടുത്തെ പ്രൈവറ്റ് വണ്ടികളാണ് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ വന്നപ്പോഴും മുടങ്ങിയ മഴ പെയ്യുകയാണ്. മഴയൊന്നും നമുക്ക് വിഷയമല്ല, പനി പിടിക്കട്ടെ. ഗൈസപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ തുറന്നതാണ്. ഇതാണ് ഇത് ബ്ലൂ ടാങ്ക്. അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇവിടെയാണ് നമ്മുടെ ഡീസൽ ഒഴിക്കുന്നത്. നമുക്ക് അന്ന് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചു ഇവിടെ ഡീസൽ ഒഴിക്കുന്നത്. എനിക്കത് ഇവിടെ ഓയിലിൻ്റെ എന്തോ സംഗതികളാണ്. ഇവിടെയാണ് നമ്മുടെ ഡീസൽ ടാങ്ക് വരുന്നത്. അവിടെ നമ്മൾ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഡീസൽ ടാങ്കൊക്കെ. ഇവിടെ പിന്നെ ലഗേജ് കയറേണ്ട സ്ഥലമാണ്. ഇവിടെ ഇങ്ങോട്ട് നോക്കി അപ്പുറ സൈഡ് കാണാം. പിന്നെ ഇവിടെ വന്ന് ലഗേജ്, പിന്നെ നമ്മുടെ വണ്ടിയുടെ ടാക്സ് കവള് കണ്ടോ ഗൈസ്. ഫോർലിക്കേറ്ററൊക്കെ ഇട്ട് നിർത്തിയൊക്കെയാണ്. അപ്പം ഗൈസ് അകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അത് കാണിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ലൈറ്റ് വർക്കാണ് കാണാൻ കിടക്കുന്നത്. നിങ്ങൾ ഇനി അകത്തോട്ടൊന്ന് നോക്കിയിട്ട് ചെറിയ രീതിയിൽ മറ്റേ ഡിസ്കോ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഡിസ്കോ ലൈറ്റ് 2 ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ പറഞ്ഞ കിടന്ന് കറങ്ങുന്നു. ഇനി നമുക്ക് ബാറ്ററിയുടെ സംഗതി നോക്കാം. ഇവിടെ എന്തുവാ രാത്രിയാവുകയാണ്. എനിക്കറിയാം ഇതെന്തുവാ. നമ്മുടെ സ്റ്റെപ്പിന് കണ്ടിരിക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ബാറ്ററി വരുന്നത്. ഞാൻ പറഞ്ഞിട്ട് തന്നെ നമ്മൾ അന്ന് പറഞ്ഞില്ലേ വണ്ടി ചേസ് എടുത്തോണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി, ഇത് കുഞ്ഞു ബാറ്ററി, ഇതുകൊണ്ട് നമ്മുടെ എല്ലാ പരിപാടിയും നടക്കത്തില്ല. ലൈറ്റിനും ഇനിയും സ്പീക്കറെല്ലാം കയറ്റണം. നമുക്കതൊന്നും നടക്കത്തില്ല. വണ്ടി വോക്കലൊക്കെ ഇടണമെങ്കിൽ വലിയ ബാറ്ററി കയറ്റണം. അപ്പം നമുക്ക് വലിയൊരു ബാറ്ററി കയറ്റണമെന്നാണ്. നമുക്കിനി ഇപ്പം നമ്മൾ അകത്തോട്ട് എന്തായാലും കയറുന്നില്ല. ചെളിയായിട്ട് നിൽക്കുക നമ്മൾ, മഴയൊക്കെ പെയ്ത്. അതുകൊണ്ട് അകത്തോട്ട് കയറി പനലാക്കുന്നില്ല. നമ്മൾ കണ്ടതാണ് ഒരു പ്രാവശ്യം, നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഗൈസ് പിന്നെ കൊണ്ട് നോക്കിക്ക് അകത്തെ മേളിലെ വർക്കുകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ മേളിലെ വർക്ക് അകത്ത് വരുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നെയിം ബോർഡ് വെക്കാനുണ്ട്. അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ അണ്ണം കൊണ്ടുവരും. പിന്നെ നമ്മുടെ മേളിലത്തെ ലൈറ്റ്, ടോപ്പ് ലൈറ്റ് വരുന്നത്, ഇൻഡിക്കേറ്റർ നമ്മുടെ ചേർക്കാനാണ് വയ്ക്കുന്നുണ്ട്. അകത്ത് 2 ഹോണൊക്കെ ഇരിപ്പുണ്ട്. ഹോണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഹോൺ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കണ്ടോ. 2 ഇരിപ്പുണ്ട്. അത് കമ്പനി വരുന്നതാണ്. നമ്മുടെ പ്രകാശിൻ്റെ ലോഗോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉരുണ്ടിരിക്കും. പുറകിലും അതേപോലെ തന്നെ നമ്മുടെ സിംഹക്കുട്ടി മഞ്ഞൊക്കെ കാത്തി മിനിങ്ങി നിൽക്കുകയാണ്. പിന്നെ ഇതെല്ലാം അടച്ചിനി കൂട്ടിയിട്ട് വണ്ടി കയറ്റി ഇടണം. ഇപ്പോഴും വൈകുന്നേരമായി. നമ്മൾ ഇന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് ഫുഡൊന്നും കഴിച്ചില്ല. ഇന്നലെ രാത്രി അവിടുന്ന് വണ്ടി എടുക്കാൻ പോയപ്പോൾ കഴിച്ചതാണ്. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ അതായത് ഉച്ച കഴിഞ്ഞിട്ടും ഒന്നും കഴിച്ചില്ല. മീൻസ് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ വണ്ടിക്കകത്ത് കിടന്ന വെള്ളമാണ് നമ്മൾ കുടിച്ചത്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടോട്ട് കയറ്റി ഇടാനാണ്. നമ്മുടെ മുതലാളി ഇതിനകത്ത് മഴയാണ് കേട്ടോ. തീർത്തും മഴ പെയ്യും. മുതലാളി ഇതിനകത്ത് കയറി അടച്ച് കൂട്ടി ഇതിനകത്ത് ഇരിക്കുകയാണ്. ഇല്ല ലൈറ്റൊന്നുമില്ല. ഇതിപ്പോൾ മുതലാളി പുറത്തെങ്ങാണ്ട് പോയൊക്കെയാണ്. നമുക്ക് ഇവിടെ ഒരു വണ്ടി പൊളിച്ചിട്ടേക്കുന്നു കേട്ടോ. സീറ്റൊക്കെ കിടക്കുന്നു. ഒരു വണ്ടി പൊളിച്ചിട്ടേക്കുന്നു. നമുക്ക് ഇവിടോട്ട് കയറ്റി ഇടാം വണ്ടി. അതോ അപ്പുറത്തെ സൈഡ് വരണം. ഇതിലേതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് തോന്നിടത്തോട്ടൊക്കെ കയറ്റി ഇടാം. ഇവിടോട്ട് ഇട്ടുകൊണ്ട് മഴയും തോരട്ടെ. എന്നിട്ട് ഇറങ്ങാം. രാത്രിയായിരിക്കും. നമ്മൾ കയറുവാണ്, വണ്ടിക്കകത്ത് കയറാം. പക്ഷേ രാത്രിയായി. നമ്മൾ വണ്ടി കയറ്റി ഇടുവാണ്. പക്ഷേ ഇപ്പോൾ ചെക്കൻ കയറിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സംഗതികളെല്ലാം അടച്ചു കൂട്ടണം. മഴ കയറുന്നു. നമുക്കിനി പോകാനുള്ള വണ്ടി വരും. നമ്മുടെ കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ട്, ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഇനി വർക്കൊക്കെ അറിയത്തില്ല. അവൻ ഇവിടെ ഉള്ളതല്ല, അവൻ പാലക്കാട്ടുള്ളതാണ്. അവനൊക്കെ വന്ന് നമ്മളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വണ്ടി ഇത്രയും ലാഗ് അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇച്ചിരി ഇത്രയും വർക്കൊക്കെ ചെയ്യണമായിരുന്നു. പ്രകാശിന് ആരും ഇത്രയും വർക്കൊന്നും ചെയ്ത് ഇറക്കി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ വണ്ടി ഇത്രയും വർക്കൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ സൈഡ് ഗ്ലാസ് എല്ലാം അടച്ചിട്ടുണ്ട്.
അടച്ചിട്ടുണ്ട്. പിന്നെ വൈപ്പർ ഓണാ, വൈപ്പർ അങ്ങ് ഓഫാക്കിയേക്കാം. പിന്നെന്തുവാണ്, പിന്നെ നമ്മുടെ വണ്ടിയുടെ ഡോറടച്ച് പിന്നെ നമ്മുടെ ഈ ഇവിടെയുള്ള ഡോറുകളെല്ലാം ഒന്ന് അടയ്ക്കാം. അതിനി എങ്ങനെയാണ് അത് അടഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ വണ്ടിയുടെ അടിവശം ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ദിവസം ഇറങ്ങണം, അടി കിടക്കണം കുറച്ച് നേരം നമ്മൾ. പിന്നെ ടി വി അകത്ത് ഒരു ടി വി വെച്ചിട്ടുണ്ട്. ടി വിയിൽ ഏതൊക്കെ കാണിക്കുന്നു എനിക്കൊന്നും അറിയാൻ വയ്യ. പിന്നെ നമ്മുടെ വണ്ടിയുടെ അകമൊക്കെ എമർജൻസി വെച്ചിട്ട്, പിന്നെ വണ്ടിയാണ് ഗൈസ്. പ്രകാശിന് ഇത്ര കിടിലായിട്ട് പണിഞ്ഞു തരും. എല്ലാവരും പ്രകാശിനെ പണിയിക്കാതെ വണ്ടി വേറെ എങ്ങനെയൊന്നും പണിയിക്കരുത്. സാധാ ബോഡി കിട്ടുന്നിടത്തൊന്നും കെട്ടിക്കരുത്. എല്ലാം ഇച്ചിരി കാശിറങ്ങിയാലും കുഴപ്പമില്ല ഗൈസ്, പ്രകാശിന് ബോഡി കെട്ടുക. നമ്മുടെ ചെക്കനാണ്ട് തിളങ്ങി നിൽക്കുന്ന കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം നമുക്ക് നേരെ വണ്ടി ഒന്നിറങ്ങാം. ഗൈസ് അപ്പം നമ്മുടെ ചെക്കൻ വന്ന് നോക്കി നിൽക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എനിക്ക് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാര്യമൊക്കെ പറയുമ്പോൾ തെറ്റും. അത് നിങ്ങളൊന്ന് തോന്നരുത്, ക്ഷമിക്കുക. ആദ്യമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് തെറ്റുന്നത്. അതിപ്പോൾ ആരായാലും അങ്ങനെയാണ്, ആദ്യമായിട്ട് എന്തെങ്കിലും ചെയ്തു വരുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം. നമ്മുടെ ചെറുക്കൻ ഇനി ഓഫാക്കി ഇടണം. നമ്മൾ കുറേ നേരം ഇടുന്നില്ല. ഇപ്പോൾ വണ്ടി ഓൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഓഫാക്കി ഇടണം. ഇനിയും ലൈറ്റെല്ലാം ഓഫാക്കി അകമൊക്കെ ഒന്ന് കയറി ഒന്നുകൂടെ ഒന്ന് നോക്കി എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകണം. ഇനിയും ചെറുക്കൻ വരാറായെന്ന് പറഞ്ഞ് എത്താറായെന്ന് ഫോൺ വിളിച്ചിപ്പം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രധാനമായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് എന്തായാലും നെയിം ബോർഡ് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിക്കണം, ഇനിയും പുള്ളിയെ വിളിച്ച് ചോദിക്കണം. ഇനി ഷെഡ് അടക്കണം കേട്ടോ ഗൈസ്. ഷെഡ് ഷട്ടറല്ലേ ഉള്ളു, ഷട്ടറല്ല, അപ്പുറത്തെ ഷീറ്റ് എടുത്ത് അടക്കണം. നമ്മളെ വണ്ടി ആരെങ്കിലും തെള്ളിക്കൊണ്ട് പോയാലും അറിയത്തില്ല. നമ്മുടെ താക്കോല് ഒരെണ്ണം നമ്മൾ വണ്ടിയുടെ ഈ അകത്ത് കെട്ടിയില്ല, മെത്ത ആ മെത്തയുടെ ഇടയ്ക്ക് കയറ്റി വെക്കണം. ആ പുള്ളി എടുത്തോളാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് നമ്മൾ വേണ്ട ഇതുവഴി ഇറങ്ങിയിട്ട് ഇനി ലോക്ക് ചെയ്യുകയാണ്. ഇതുവഴി ഇറങ്ങിയിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് അടിയിൽക്കിടങ്ങാണ്ട് കയറി തുറക്കുന്ന രീതി അറിയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ലോക്ക് ചെയ്യുക. ഇല്ലാതെ ലോക്ക് ചെയ്ത് ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി പോക്കാണ്, ആരെങ്കിലും കൊണ്ടുപോകും. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട എന്നോട് ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.